children, welcome to Maths Magic. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിലെ ബോർഡ് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10th നിങ്ങൾ ആദ്യമായിട്ട് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്റർ പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന 10th ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് ശരിക്കും പഠിച്ചാലാണ് നമുക്കിതിലെ കണക്കുകളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ സൈൻ, കൊസൈൻ, അതുപോലെ ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട് ഇങ്ങനെയുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഓരോ ആംഗിൾസിൻ്റെ വാല്യൂസ്, ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്, അതായത് സൈൻ 0, സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90 ഇങ്ങനെയുള്ള വാല്യൂസൊക്കെ ശരിക്കും പഠിച്ചിരിക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് നിങ്ങളെടുത്ത് കാണണം. അപ്പോൾ അതിൽ നിന്നിലൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ സാധിക്കും. ഇതെല്ലാം പഠിച്ചതിന് ശേഷം വേണം ഇതിലെ കണക്കുകൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കുറച്ച് ഐഡൻറ്റിറ്റീസ് ഒക്കെ പഠിക്കാനുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 അങ്ങനെ ആണ് പഠിപ്പിക്കുന്നത്. തീറ്റയ്ക്ക് പകരം എ, അതായത് ആംഗിളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, അക്യൂട്ട് ആംഗിൾ. അപ്പോൾ അങ്ങനെയുള്ള, അതുപോലെ സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1, അതുപോലെ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ഇങ്ങനെയുള്ള ഐഡൻറ്റിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതുപോലെ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അതുപോലെ തന്നെ മറ്റ് രണ്ട് ഇക്വേഷൻ, അതായത് സിക്സ് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് ഇക്വേഷൻ വേറെ എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 അതിൽ നിന്നും നമുക്ക് വേറെ രണ്ട് ഇക്വേഷനും എഴുതാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ഒരു 4 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് തീറ്റ ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ and 4 sin theta equal to 3, then the value of 4 sin square theta minus 3 cos square theta plus 2 is A 45 by 16, B 35 by 18, C 32 by 16, D 47 by 16. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് നോക്കിയിട്ട് അതാണ് എടുത്ത് എഴുതേണ്ടത് ആൻസർ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 4 സൈൻ തീറ്റ ഈക്വൽ ടു 3 എന്നാണ്. തീറ്റ ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 90. അപ്പോൾ 4 സൈൻ തീറ്റ ഈക്വൽ ടു 3 എന്ന് വന്നിട്ടുണ്ട്. 4 സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 3 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ആദ്യം എടുത്ത് എഴുതാം. 4 സൈൻ തീറ്റ ഈക്വൽ ടു 3. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സൈൻ സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ സൈൻ തീറ്റ ആദ്യം കണ്ടുപിടിച്ചാലാണ് സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 4 സൈൻ തീറ്റ ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നും സൈൻ തീറ്റ ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു 3. അപ്പോൾ ഈ 4 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അത് ഡിവൈഡ് ആവും, 3 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ 3/4. ഇതിൽ നിന്നും സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കുക. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 4 ദ ഹോൾ സ്ക്വയർ. ആ വാല്യൂവിനെ സ്ക്വയർ ചെയ്യാം. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്, 4 സ്ക്വയർ 16, 9 ഡിവൈഡഡ് ബൈ 16 ആണ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ 4 സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്, പിന്നെ 3 കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ കിട്ടി. ഇനി കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മളൊരു ഐഡൻറ്റിറ്റി പഠിച്ചിട്ടുണ്ട്. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 1 മൈനസ് 9/16. ഇവിടെ 16 ആണ് LCM. അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം.
അതായത് 16 മൈനസ് 9, 1 ഇൻറ്റു 16 16 മൈനസ് 9 ഡിവൈഡഡ് ബൈ 16. 16 മൈനസ് 9 7 ആണ്. 7 ഡിവൈഡഡ് ബൈ 16. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റയുടെ വാല്യൂ കിട്ടി 7 ഡിവൈഡഡ് ബൈ 16. സൈൻ സ്ക്വയർ തീറ്റ 9 ഡിവൈഡഡ് ബൈ 16. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 4 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ 4 ഇൻറ്റു 9 ബൈ 16 മൈനസ് 3 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ 3 ഇൻറ്റു 7 ബൈ 16 പ്ലസ് 2. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഞാനിവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ഇൻറ്റു 9 ബൈ 16 മൈനസ് 3 ഇൻറ്റു 7 ബൈ 16 പ്ലസ് 2. സൈൻ സ്ക്വയർ തീറ്റ 9 ബൈ 16 ആയിരുന്നു. കോസ് സ്ക്വയർ തീറ്റ 7 ബൈ 16 ആണ്. അപ്പോൾ ഇവിടെ 4 ഇൻറ്റു 9 ബൈ 16 എന്ന് പറയുമ്പോൾ ഈ 4ഉം ഈ 16ഉം ക്യാൻസൽ ചെയ്യാം. ഇവിടെ 4 എന്ന് എഴുതാം, മുകളിൽ 1. അപ്പോൾ 9 ബൈ 4, 9 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 ഇൻറ്റു 7 21 ഡിവൈഡഡ് ബൈ 16 പ്ലസ് 2. ഇവിടെ LCM 16 ആണ്. 4ൻ്റെയും 16ൻ്റെയും LCM 16 ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് LCM കണ്ടിട്ട് ഇത് ചെയ്തു നോക്കാം. അപ്പോൾ 9 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4. ഇവിടെ ഡിനോമിനേറ്റർ 16 ആക്കാൻ വേണ്ടിയിട്ടാണ് 4 വെച്ചിട്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 21 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 16 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 16. അതായത് 2ന് നമ്മൾ 2/1 എന്ന് എഴുതി. ഇനി 9 ഇൻറ്റു 4 36 ഡിവൈഡഡ് ബൈ 16 മൈനസ് 21 ഡിവൈഡഡ് ബൈ 16 പ്ലസ് 2 ഇൻറ്റു 16 32 ഡിവൈഡഡ് ബൈ 16. ഇപ്പോൾ എല്ലാ ഡിനോമിനേറ്ററും സെയിം ആയി. ഇനി നമുക്ക് ന്യൂമറേറ്റർ എല്ലാം കൂടി ഒരുമിച്ച് എഴുതാം. 36 മൈനസ് 21 പ്ലസ് 32 ഡിവൈഡഡ് ബൈ 16. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 47 ഡിവൈഡഡ് ബൈ 16 എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. അതായത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതായിരുന്നു: 45 ബൈ 16, 35 ബൈ 18, 32 ബൈ 16, 47 ബൈ 16. അപ്പോൾ ഈ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ആദ്യം സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് സൈൻ സ്ക്വയർ തീറ്റ കണ്ടുപിടിക്കുക, അതിൽ നിന്നും കോസ് സ്ക്വയർ തീറ്റ കാണാം, എന്നിട്ട് ആ വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: 2 സൈൻ സ്ക്വയർ ബീറ്റ മൈനസ് കോസ് സ്ക്വയർ ബീറ്റ ഈക്വൽ ടു 2. ദെൻ ബീറ്റ ഈസ് 30 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, 60 ഡിഗ്രി. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നേരത്തെ ക്വസ്റ്റ്യനിൽ തീറ്റ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ആംഗിളിന് കൊടുത്തിരിക്കുന്നത് ബീറ്റ എന്നാണ്. ആൽഫ, ബീറ്റ, തീറ്റ ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ABC, XYZ എന്നൊക്കെ കൊടുക്കുന്ന പോലെ പല വേരിയബിൾ ആയിട്ട് കൊടുക്കുന്നതാണത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എടുത്തെഴുതാം. 2 സൈൻ സ്ക്വയർ ബീറ്റ മൈനസ് കോസ് സ്ക്വയർ ബീറ്റ ഈക്വൽ ടു 2. അതിൽ നിന്ന് ബീറ്റയുടെ വാല്യൂ ആണ് കാണേണ്ടത്. ആദ്യം തന്നെ ഈ മൈനസ് കോസ് സ്ക്വയർ ബീറ്റ ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇടുക. എന്നിട്ട് ഈ 2 സൈൻ സ്ക്വയർ ബീറ്റയെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. മൈനസ് കോസ് സ്ക്വയർ ബീറ്റ ഈക്വൽ ടു 2 മൈനസ് 2 സൈൻ സ്ക്വയർ ബീറ്റ. അതായത് ഇവിടെ കോസ് സ്ക്വയർ ബീറ്റയുടെ സൈൻ മൈനസ് ആണ്. അത് നമ്മൾ ഇടാൻ മറക്കരുത്, കാരണം കോസ് സ്ക്വയർ ബീറ്റേനെ നമ്മളൊന്നും ചെയ്യുന്നില്ല, അത് അവിടെ തന്നെയാണ് കിടക്കുന്നത്. 2 സൈൻ സ്ക്വയർ ബീറ്റയാണ് റൈറ്റ് സൈഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിൽ ഈ സൈൻ സ്ക്വയർ ബീറ്റ പോസിറ്റീവ് ആയതുകൊണ്ട് 2 സൈൻ സ്ക്വയർ ബീറ്റ പോസിറ്റീവ് ആയതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അത് മൈനസ് 2 സൈൻ സ്ക്വയർ ബീറ്റ എന്നാവും. ഇനി ഇതിൽ നിന്നും 2 ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ നമുക്ക് 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ ബീറ്റയാണ്. 2 കോസ് സ്ക്വയർ ബീറ്റ. അപ്പോൾ ഇത് ഐഡൻറ്റിറ്റി അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഇതിങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. 1 മൈനസ് സൈൻ സ്ക്വയർ ബീറ്റ എന്ന് കാണുമ്പോൾ തന്നെ കോസ് സ്ക്വയർ ബീറ്റ എന്ന് എഴുതണമെങ്കിൽ നമ്മൾ ആ ഐഡൻറ്റിറ്റീസ് ആദ്യം പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് കോസ് സ്ക്വയർ ബീറ്റ ഈക്വൽ ടു 2 കോസ് സ്ക്വയർ ബീറ്റ. ഇനി നമ്മൾ ഈ മൈനസ് കോസ് സ്ക്വയർ ബീറ്റയെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ പോയാണ്. അപ്പോൾ ഇവിടെ 0 എന്ന് കിട്ടും. അപ്പോൾ അതൊന്ന് തിരിച്ചെഴുതാം. ആദ്യം തന്നെ ഈ റൈറ്റ് സൈഡിലുള്ളത് ആദ്യം എഴുതാം. 2 കോസ് സ്ക്വയർ ബീറ്റ. ഇനി ഇത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആവുമല്ലോ, അതാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ ഈക്വൽ ടു 0. ഇത് ഈ മൈനസ് കോസ് സ്ക്വയർ ബീറ്റ ഇങ്ങോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് തന്നെ നമ്മളൊന്ന്
തിരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതായത് 2 cos square beta പ്ലസ് cos square beta ഈക്വൽ ടു 0. ഇനി നമുക്ക് ഈ രണ്ടും ആഡ് ചെയ്യാം, കാരണം രണ്ടും cos square beta തന്നെയാണ്. ഇവിടെ കോഎഫിഷ്യൻറ്റ് 2ഉം ഇവിടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ 2 + 1 3 ആണ്. 3 cos square beta 3 cos square beta ഈക്വൽ ടു 0. ഇതിൽ നമുക്ക് cos square ബീറ്റയുടെ വാല്യൂ എടുക്കാം. അതായത് cos square beta ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ 3 ആണ്. അതായത് 0 തന്നെയാണ്. അപ്പോൾ cos square beta 0 ആണെങ്കിൽ cos ബീറ്റയും 0 ആയിരിക്കും. cos ബീറ്റ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പഠിക്കുമ്പോൾ ആംഗിൾസ്, സ്പെസിഫിക് ആംഗിൾസിൻ്റെ റേഷ്യോസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് cos 90 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം cos 90 എന്ന് പറയുന്നത് 0 ആണെന്ന് അറിയാം. അപ്പോൾ അത് നേരത്തെ അറിഞ്ഞിരുന്നാലാണ് നമുക്ക് ഇവിടെ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ cos ബീറ്റ ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ cos 90 0 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. cos 90 ആണ് 0 വരുന്നത്. അതുകൊണ്ട് cos ബീറ്റ 0 എന്ന് ഇവിടെ തന്നിട്ട് നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ നമുക്ക് ബീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു: 30 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് 1 + sin square alpha ഈക്വൽ ടു 3 sin alpha cos alpha, then values of cot alpha are option A -1 1, option B 0 1, option C 1 2, option D -1, -1. അപ്പോൾ ഇതിൽ ഏത് വാല്യൂസാണ് ഈ കോട്ട് ആൽഫയ്ക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്: 1 + sin square alpha ഈക്വൽ ടു 3 sin alpha cos alpha. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിത് സോൾവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കോട്ട് ആൽഫയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഒരു കണക്ക് തന്നെ പല പ്രാവശ്യം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ചെയ്ത് പഠിച്ചാലാണ് പെട്ടെന്ന് നമുക്ക് എക്സാമിന് വരുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പഠിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റീസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കണക്കുകൾ ചെയ്ത് പഠിക്കണം. അപ്പോഴാണ് നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 1 + sin square alpha ഈക്വൽ ടു 3 sin alpha cos alpha. വാട്ട് ഈസ് കോട്ട് ആൽഫ? അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഈ 1നെ നമുക്ക് sin square alpha plus cos square alpha എന്ന് എഴുതാം. കാരണം sin square alpha plus cos square alpha ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മൾ ആ 1ന് പകരം അങ്ങനെ എഴുതാൻ പോവുകയാണ്: sin square alpha plus cos square alpha. പിന്നെ ഇവിടെ ഒരു sin square alpha ഉണ്ട്, അത് വീണ്ടും എടുത്ത് എഴുതാം: sin square alpha ഈക്വൽ ടു 3 sin alpha cos alpha. ഇവിടെ 2 sin square alpha ഉണ്ട്. അപ്പോൾ നമുക്കത് ഒരുമിച്ച് എഴുതാം. 1 + 1 2 ആണ്. അപ്പോൾ 2 sin square alpha പ്ലസ് cos square alpha. ഇനി 3 sin alpha cos alpha-നെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാൻ പോകണം. അപ്പോൾ -3 sin alpha cos alpha. ഇപ്പോൾ റൈറ്റ് സൈഡിൽ 0 ആയി. ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ 0 ആയി. ഇനി നമ്മൾ ഈ 3 sin alpha cos alpha-യെ ഈ 2 sin square alpha-യുടെ അടുത്തേക്ക് മാറ്റി എഴുതാൻ പോവുകയാണ്. അതായത് 2 sin square alpha -3 sin alpha cos alpha. പിന്നെ ഇവിടെ ഉള്ളത് cos square alpha ഈക്വൽ ടു 0. ഇനി ചെയ്യാൻ പോകുന്നത് ഈ -3 sin alpha cos alpha-യെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഇവിടെ നമുക്കുള്ളത് 2 sin square alpha ആണ്. അപ്പോൾ ഈ 2 നമുക്ക് കോമൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് -2 sin alpha cos alpha sin alpha cos alpha. അതായത് ഈ -3 sin alpha cos alpha-യെ നമ്മൾ -2 sin alpha cos alpha sin alpha cos alpha. അതായത് ഇവിടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ -2ഉം -1ഉം -2 + -1 എന്ന് പറയുമ്പോൾ -3 ആണ് വരുന്നത്. അപ്പോൾ ഈ -3 sin alpha cos alpha-യാണ് നമ്മളിങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഒരു cos square alpha ഉണ്ട്. അപ്പോൾ പ്ലസ് cos square alpha ഈക്വൽ ടു 0. ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഇതിൽ രണ്ടിലും 2 കോമൺ ആയിട്ടുണ്ട്.
ആ കോമൺ ആയിട്ടുള്ളത് ഔട്ട് സൈഡ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ 2 മാത്രമല്ല സൈൻ ആൽഫയും കോമൺ ആണ്. ഇവിടെ സൈൻ സ്ക്വയർ ആൽഫ ഉണ്ട്, ഇവിടെ ഒരു സൈൻ ആൽഫ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു സൈൻ ആൽഫ ഔട്ട് സൈഡ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ 2 സൈൻ ആൽഫ. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ 2 സൈൻ സ്ക്വയർ ആൽഫ ഉണ്ടായിരുന്നു. അതിൽ നിന്നും 2 സൈൻ ആൽഫ എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഇനിയുള്ളത് സൈൻ ആൽഫ. അതുപോലെ ഇവിടെ 2 സൈൻ ആൽഫ എടുത്ത് ഔട്ട് സൈഡ് എടുത്തു, പിന്നെ ഉള്ളത് കോസ് ആൽഫ. അപ്പോൾ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ എന്ന് കിട്ടും. അതുപോലെ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് കോസ് ആൽഫ ഉണ്ട്. ഇവിടെ കോസ് സ്ക്വയർ ആൽഫ ഉണ്ട്, ഇവിടെ കോസ് ആൽഫ ഉണ്ട്. അപ്പോൾ അതിന് രണ്ടിലും കോമൺ ആയിട്ട് നമുക്ക് കോസ് ആൽഫ ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ മൈനസ് ഇടാം. മൈനസ് കോസ് ആൽഫ ഇൻറ്റു, കാരണം ഇവിടെ സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് കോസ് ആൽഫ എടുക്കണം. പിന്നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത് സൈൻ ആൽഫ. വീണ്ടും മൈനസ് ഇടണം, കാരണം മൈനസ് ഓഫ് മൈനസ് പ്ലസ് വരാനുള്ളതാണ്. അപ്പോൾ മൈനസ് കോസ് ആൽഫ. ഇത് മൾട്ടിപ്ലൈ നോക്കുമ്പോൾ അറിയാം. മൈനസ് കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ ഇൻറ്റു മൈനസ് കോസ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. അപ്പോൾ ഈ മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൈനസ് ഇടാം. അപ്പോഴാണ് ഇവിടെ അത് ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ പ്ലസ് വരുള്ളൂ. ഇനി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ട് സൈൻ ആൽഫ മൈനസ് കോസ്, ഇതൊരു മൊത്തത്തിലൊരു ടേം ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടേം ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് രണ്ടിലും കോമൺ ആയിട്ട് സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ഉണ്ട്. അത് വീണ്ടും ഔട്ട് സൈഡ് എടുക്കാൻ പോവുകയാണ്. അതായത് സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ. നമ്മൾ ഫാക്ടറൈസേഷനൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. മറ്റേ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലൊക്കെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കോമൺ ആയിട്ടുള്ള ഔട്ട് സൈഡ് എടുത്തിട്ട് ബാക്കിയുള്ളത് രണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ടിടും. അപ്പോൾ ഇവിടെ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ രണ്ടിലും കോമൺ ആയതുകൊണ്ട് നമ്മളത് ഔട്ട് സൈഡ് എടുത്തു. പിന്നെ ഇവിടെ ബാക്കിയുള്ളത് 2 സൈൻ ആൽഫ, ബാക്കി ഇവിടെ മൈനസ് കോസ് ആൽഫ ഈക്വൽ ടു 0. അതായത് ഇതൊരു ടേമാണ്. ഈ ടേമിലും സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ഉണ്ട്. ഈ രണ്ടാമത്തത് ഇവിടെ നിന്ന് ഇത്രയും. അപ്പോൾ ഇതിലും സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ഉണ്ട്. ഈ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫയാണ് നമ്മൾ ഔട്ട് സൈഡ് എടുത്തത്. പിന്നെ ബാക്കി ഇവിടെ ഉള്ളത് 2 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ, അതാണ് ഇവിടെ എടുത്തെഴുതിയത്. അപ്പോൾ ഇവിടെ രണ്ട് ബ്രാക്കറ്റ് കിട്ടി, രണ്ട് ഫാക്ടേഴ്സ് കിട്ടി. ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു 0. അതായത് ഇതും ഇപ്പോൾ എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സും 0 ആവാം, വൈയും 0 ആവാം അല്ലേ. അപ്പോൾ ഇതർ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ 0 ഓർ 2 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ഈക്വൽ ടു 0. അപ്പോൾ നമുക്കത് രണ്ടും എഴുതണം. സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ഈക്വൽ ടു 0 ഫസ്റ്റ് കേസ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? സൈൻ ആൽഫ ഈക്വൽ ടു കോസ് ആൽഫ. അതായത് ഈ മൈനസ് കോസ് ആൽഫ റൈറ്റ് സൈഡിലേക്ക് പോയി. സൈൻ ആൽഫ ഈക്വൽ ടു കോസ് ആൽഫ. അപ്പോൾ ഇനി നമുക്കിത് ഡിവൈഡ് ചെയ്യാം. അതായത് സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് ആൽഫ ഈക്വൽ ടു 1. ഇത് നമുക്ക് തിരിച്ചും എഴുതാം. അതായത് കോസ് ആൽഫ ഡിവൈഡ് ബൈ സൈൻ ആൽഫ എന്ന് ഇങ്ങോട്ട് എഴുതിയാലും ഇവിടെ 1 തന്നെയാണ് വരുന്നത്. ഞാനിപ്പോൾ ഇവിടെ സൈൻ ആൽഫ ഡിവൈഡ് ബൈ കോസ് ആൽഫ എന്ന് എഴുതി. അതായത് ടാൻ ആൽഫ ഈക്വൽ ടു 1. ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. അപ്പോൾ ടാൻ ആൽഫ 1 ആണെങ്കിൽ കോട്ട് ആൽഫയും 1 ആയിരിക്കും. കോട്ട് ആൽഫ ദർഫോർ കോട്ട് ആൽഫ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് കോട്ട് ആൽഫയുടെ ഒരു വാല്യൂ കിട്ടിയത് 1 ആണ് കോട്ട് ആൽഫയ്ക്ക് കിട്ടിയ ഒരു വാല്യൂ. ഇനി നമുക്കൊരു വാല്യൂ കൂടി കിട്ടണം, കാരണം ഇതും 0 ആണെന്ന് നമ്മൾ ഇവിടെ ഒന്നുകൂടി എടുത്ത് എഴുതാം. അതായത് 2 സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ ഈക്വൽ ടു 0. ഇതിൽ നിന്നും നമുക്ക് എഴുതാം 2 സൈൻ ആൽഫ ഈക്വൽ ടു കോസ് ആൽഫ. അതായത് ഈ മൈനസ് കോസ് ആൽഫ റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 ഈക്വൽ ടു കോസ് ആൽഫ ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ. അതായത് ഈ സൈൻ റൈറ്റ് സൈഡിലേക്ക് പോയി, ഈ സൈൻ ആൽഫ റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ കോസ് ആൽഫയുടെ ഡിനോമിനേറ്റർ ആയിട്ട് വന്നു. അപ്പോൾ ഇവിടെ 2 ഈക്വൽ ടു കോസ് ആൽഫ ഡിവൈഡ് ബൈ സൈൻ ആൽഫ. അപ്പോൾ നമുക്കറിയാം കോസ് ആൽഫ ഡിവൈഡ് ബൈ സൈൻ ആൽഫ എന്ന് പറയുന്നത് കോട്ട് ആൽഫയാണ്. കോസ് ബൈ സൈൻ എന്ന് പറയുന്നത് കോട്ടാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിരിക്കണം. കോട്ട് ആൽഫ ഈക്വൽ ടു 2. അപ്പോൾ നമുക്കിവിടെ കോട്ട് ആൽഫയ്ക്ക് രണ്ട് വാല്യൂ കിട്ടി. ഒന്ന് 1ഉം രണ്ടാമത്തത് 2ഉം. അപ്പോൾ 1,2 ആണ് കോട്ട് ആൽഫയുടെ വാല്യൂ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതായിരുന്നു: -1,1, 0,1, 1,2, -1, അപ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടിയത് 1,2 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഈ തേർഡ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിത് പഠിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ.
അത് മാത്രമല്ല നമ്മൾ ഇങ്ങനത്തെ കണക്കുകൾ ഒരുപാട് ചെയ്തു പഠിക്കുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കണക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഒരു കണക്കും കൂടി ചെയ്യാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് സൈൻ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഈക്വൽ ടു 1 ദെൻ ദി വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ കോസ് സ്ക്വയർ എ പ്ലസ് കോസ് റേസ് ടു 4a ഈസ് ഓപ്ഷൻ നമ്പർ എ 1, ബി 1/2, സി 2, ഡി 3. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ഇതും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. സൈൻ എ പ്ലസ് സൈൻ സ്ക്വയർ എ ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ സൈൻ സ്ക്വയർ എനെ 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാൻ പോവുകയാണ്. അതായത് സൈൻ എ പ്ലസ് 1 മൈനസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. അതായത് സൈൻ എ മൈനസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു, ഈ 1നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 1 റൈറ്റ് സൈഡ് പോകുമ്പോൾ -1 ആവും അല്ലേ. അപ്പോൾ 1 - 1 ഈക്വൽ ടു 0. അതായത് സൈൻ എ മൈനസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 0. അപ്പോൾ സൈൻ എ ഈക്വൽ ടു, ഈ കോസ് സ്ക്വയർ എ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആവും. സൈൻ എ ഈക്വൽ ടു കോസ് സ്ക്വയർ എ. ഇനി ഈ നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യനിൽ കോസ് റേസ് ടു 4 ഒക്കെ ഉണ്ട്. അതായത് ഒന്നും കൂടി ഇത് സ്ക്വയർ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് കോസ് റേസ് ടു 4 ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും ഒന്നും കൂടി സ്ക്വയർ ചെയ്യാൻ പോവുകയാണ്. അതായത് സൈൻ സ്ക്വയർ എ ഈക്വൽ ടു കോസ് സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ. അതായത് സൈൻ എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു കോസ് സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ സൈൻ എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ എ ആണ്. സൈൻ സ്ക്വയർ എ ഈക്വൽ ടു കോസ് റേസ് ടു 4a. കോസ് സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ കോസ് റേസ് ടു 4a ആണ്. ഇനി ഈ സൈൻ സ്ക്വയർ എനെ വീണ്ടും 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാം. 1 മൈനസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു കോസ് റേസ് ടു 4a. അതായത് ആദ്യം നമ്മൾ ഈ സൈൻ സ്ക്വയർ എനെ 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതിയിരുന്നു. വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഈ സൈൻ സ്ക്വയർ എനെ 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതിയിരിക്കുകയാണ്. അതായത് ഇനി നമ്മൾ ഈ കോസ് സ്ക്വയർ എനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അതായത് 1 ഈക്വൽ ടു കോസ് റേസ് ടു 4a പ്ലസ് കോസ് സ്ക്വയർ എ. അതായത് ഇതൊന്ന് തിരിച്ചെഴുതാം. കോസ് റേസ് ടു 4a പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിരുന്നത്. വാല്യൂ ഓഫ് ദി എക്സ്പ്രഷൻ കോസ് സ്ക്വയർ എ പ്ലസ് കോസ് റേസ് ടു 4a ഈസ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വാല്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഏത് കണക്ക് വന്നാലും നമുക്ക് അറിയാവുന്ന ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ കുറേ അധികം കണക്കുകൾ ചെയ്ത് പഠിച്ചാലാണ് നമുക്കിത് വെച്ചിട്ടുള്ള കണക്കുകൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ ടൈം കുറേ വേസ്റ്റായി പോവും. അപ്പോൾ പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഈ 4 കണക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറായി വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.